ഹായ് ഓൾ. അപ്പൊ നമുക്ക് ചാപ്റ്റർ 1ന്റെ തന്നെ മിക്കതും ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കോയിഫിഷ്യന്റ് ഓഫ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എക്സ്പെക്ടഡ് റിട്ടേണും ഒക്കെയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് സിസ്റ്റമാറ്റിക് റിസ്കും അൺസിസ്റ്റമാറ്റിക് റിസ്കും ബീറ്റ അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യണ്ടാവുക. ഓക്കെ, ലൈക്ക് നമുക്ക് ആദ്യം കോൺസെപ്റ്റ് നോക്കാം, എന്നിട്ട് ലൈക്ക് പ്രോബ്ലംസ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം പറ്റുവാണെങ്കിൽ ലൈക്ക് നമുക്ക് നോക്കാം പോണ വഴിക്ക്. ഓക്കെ, അപ്പോ റിസ്ക് എന്ന് പറഞ്ഞാല് രണ്ട് ടൈപ്പ് റിസ്ക് ഉണ്ട്. നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്ത് നമ്മുടെ റിട്ടേണ് ഇപ്പൊ ഞാൻ 15% എക്സ്പെക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ 15% എന്നുള്ള എക്സ്പെക്ട് ചെയ്ത റിട്ടേണ് കുറയാനും കൂടാനുമുള്ള ആ ഒരു സാധ്യതയാണ് റിസ്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ ആ ഒരു റിസ്കിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാന്നാ പറയണത്. റിസ്കിനെ രണ്ട് രീതിയിൽ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്കും ഒന്ന് അൺസിസ്റ്റമാറ്റിക് റിസ്കും. ഷോർട്ട് ഫോം എഴുതാൻ പാടില്ല, എക്സാമിന് ഫുൾ ഫോമിന് എഴുതാം. ഞാൻ ജസ്റ്റ് യൂസ് ഓഫ് റേറ്റിംഗിന് ഇങ്ങനെ എഴുതണമെന്നല്ലോ. ഓക്കെ, അപ്പൊ സിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാല് ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആസ്പെക്റ്റില് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ റിസ്ക് ഉണ്ടാവും. നമുക്കത് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പോർട്ട്ഫോളിയോ അസറ്റ് സ്റ്റോക്കിന്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട് വിചാരിക്കും. ഇതിൽ ടാറ്റയുടെ ഒരു 5 ഷെയർ ഉണ്ട്, റിലയൻസിന്റെ ഒരു 10 ഷെയർ ഉണ്ട്. ഞാൻ ഇനിയിപ്പോ ടാറ്റയുടെ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞാലും റിലയൻസിന്റെ അഡ്ജസ്റ്റ് ആയിക്കോളൂലോ. അങ്ങനെ ഡിഫറെന്റ് സെക്ടറിൽ പല പല കമ്പനീസിന്റെ ഷെയർസ് ഉണ്ട്. അപ്പോ ഇപ്പൊ ഇന്ത്യ എന്ന രാജ്യത്താണല്ലോ ഞാൻ ജീവിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഭൂപടം വിചാരിക്കേ, ഞാൻ മറന്നുപോയി അത് എങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയല്ല ഇന്ത്യയുടെ ഭൂപടം. അപ്പൊ ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ GDP-നെ അല്ലെങ്കിൽ ലോകം മൊത്തം കൊറോണ വന്നെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതിലുള്ള എല്ലാ കമ്പനീസിനും എഫക്റ്റ് ആവില്ലേ? അവിടെ ഞാൻ ടാറ്റയുടെ കുറച്ച് വിറ്റു, എന്നിട്ട് റിലയൻസിന്റെ കുറച്ച് മേടിച്ചു, അല്ലെങ്കിൽ റിലയൻസിന്റെ കുറച്ച് വിറ്റിട്ട് ഇൻഫോസിസിന്റെ കുറച്ച് മേടിച്ചു. അങ്ങനെ ചെയ്യണതിൽ വല്ല കാര്യം ഉണ്ടായില്ല. എല്ലാ കമ്പനീസിന്റെ ഷെയർസ് എഫക്റ്റ് ആവും. ആസ് എ ഹോൾ എഫക്റ്റ് ആവും. അത് അൺകൺട്രോളബിൾ ആണ്, അൺഅവോയ്ഡബിൾ ആണ്. അത്തരം റിട്ടേൺ കുറയാനും കൂടാനും സാധ്യതയുള്ള ആണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ട് ഷെയറിന്റെ വാല്യൂ കൂടിയും കുറയാ. പിന്നെ ഷെയറിന്റെ വാല്യൂ 100 രൂപ, ഈ ഇയറിന്റെ എൻഡിൽ ഷെയറിന്റെ വാല്യൂ 150 രൂപ. അപ്പൊ 50 രൂപ അല്ലേ ഡിഫറൻസ്? ഇതന്നെയല്ലേ എന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെ ഷെയർ പ്രൈസ് കൂടാനും കുറയാനും ഉള്ള സാധ്യത ഡ്യൂ ടു സിസ്റ്റമാറ്റിക് റിസ്ക് വിച്ച് ഈസ് ആൻ അൺകൺട്രോളബിൾ തിങ്. അത്തരം റിസ്കിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാം. അപ്പൊ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്വിയസ്ലി ചിലർക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ ടാറ്റ എന്ന കമ്പനിയിൽ ഇപ്പൊ കാറിന് എന്താണ് നാളെ ഒരു പുതിയ നിയമം വരെയാണ്, കാർ ഓടിക്കാൻ പാടില്ല. ലൈക്ക് ഒരു ഇത്തിരി ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ്. എൻവയറമെന്റിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ ഓടിക്കാൻ പാടില്ല പറയാണ്. അപ്പോ എനിക്ക് ടാറ്റയുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ കുറയും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ടാറ്റ കമ്പനിക്ക് ഈ ഇൻഫർമേഷൻ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായി ടാറ്റയുടെ വിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ഇൻഫോസിസിന്റെ മേടിച്ചു വെക്കാം. അപ്പൊ എനിക്ക് ആ റിസ്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു പ്രോപ്പർ സ്റ്റഡി ഉണ്ടെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നാൽ എത്ര തലത്തി പറഞ്ഞാലും സിസ്റ്റമാറ്റിക് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു അൺകൺട്രോളബിൾ ആണ്. ഈ ഡെഫിനിഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒന്ന് വായിക്കാം, ഭയങ്കര റയർ ആയിട്ടാണ് ഇതൊക്കെ ഡെഫിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ സിസ്റ്റമാറ്റിക് റിസ്ക് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ്. അപ്പൊ ഈ സിസ്റ്റമാറ്റിക് റിസ്കും അൺസിസ്റ്റമാറ്റിക് റിസ്കും കൂട്ടിയാ കിട്ടുന്ന സംഭവമാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ ഓർ വേരിയൻസ് എന്ന് പറഞ്ഞാലിട്ടാ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസോ ഒരു ടോട്ടൽ ഫിഗർ ആണ്. അതിനെ ക്ലാസിഫൈ ചെയ്യലാണ് എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർഡ് ഐറ്റം ആയ വേരിയൻസ് അല്ലേ? അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് അൺസിസ്റ്റമാറ്റിക് റിസ്കും. അപ്പൊ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ടോട്ടൽ റിസ്ക്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ വേരിയൻസ്. നമ്മൾ ചില ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാലും വേരിയൻസ് എന്ന് പറഞ്ഞാലും ലൈക്ക് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ്, വേരിയൻസിന്റെ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, നമ്മൾ ചില സ്ഥലത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നതിന്റെ പകരം റൂട്ട് ഓഫ് വേരിയൻസ് യൂസ് ചെയ്യും. അത് അക്യുറേറ്റ് കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ടോട്ടൽ റിസ്ക് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് എന്നുള്ള രീതിയിൽ പറയണത്. ഓക്കെ, നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ലൈക്ക് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ ഞാൻ അവിടെ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ടോട്ടൽ റിസ്ക് വിച്ച് ഈസ് അട്രിബ്യൂട്ടബിൾ ടു ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ മാർക്കറ്റ് ആസ് എ ഹോൾ. Economic, political and social changes are sources of systematic risk. Beta is a measure of systematic risk. Beta എന്താണെന്ന് ഞാൻ പറയാം. സിസ്റ്റമാറ്റിക് റിസ്കിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് ബീറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ,
അൺസിസ്റ്റമാറ്റിക് റിസ്ക് ദാറ്റ് ഈസ് എ പോർഷൻ ഓഫ് ടോട്ടൽ റിസ്ക് ദാറ്റ് ഈസ് യുണീക്ക് ടു എ ഫേം ഓർ ഇൻഡസ്ട്രി. ഇപ്പൊ ടാറ്റയുടെ കേസ്, ടാറ്റയ്ക്ക് മാത്രമല്ല ആ കാറ് ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല പറയുമ്പോൾ എഫക്ട് ചെയ്യണുള്ളൂ. ഇൻഫോസിസിനെ എഫക്ട് ചെയ്യും. ഇൻഫോസിസ് ലൈക്ക് സോഫ്റ്റ്വെയർ കമ്പനി അല്ലേ, അല്ലെങ്കിൽ വേറെ വല്ല ഫാർമ കമ്പനീസിനെ അതിനെ എഫക്ട് ചെയ്യോ? ഇല്ല. അപ്പോൾ മാർക്കറ്റ് റിസ്ക്കും ലൈക്ക് സിസ്റ്റമാറ്റിക് റിസ്കിന്റെ കുറച്ച് കാരണങ്ങൾ പറയണാണ് ഇത്. പറ്റുവെച്ചത് മനസ്സിലാക്കി വെക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അൺസിസ്റ്റമാറ്റിക് റിസ്കിന്റെയും കുറച്ച് കാരണങ്ങൾ പറയണാണ്. ഇതൊന്നും ലൈക്ക് ഹൈ റെലവൻസ് അല്ല. ഓക്കെ, അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനൊന്നും ലൈക്ക് അത് വലിയ റെലവെന്റ് ഇല്ല. എക്സ്പെക്ടഡ് നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ഓക്കെ, ഇതും ലൈക്ക് വെയിറ്റ് അത് വലിയ ലൈക്ക് 2 സെക്യൂരിറ്റി മാത്രമുള്ള, അത് വലിയ റെലവൻസ് ഇല്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ചെയ്തതാണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് നമ്മൾ ചെയ്തതാണ്. 2 സ്റ്റോക്ക് നമുക്ക് തരുമ്പോൾ, എക്സ് വൈ എന്നുള്ള സ്റ്റോക്ക് തരുമ്പോൾ ഒരെണ്ണത്തില് റിസ്ക് കൂടുതലായിരിക്കും, എന്നാൽ മറ്റൊരു റിസ്ക് കുറവായിരിക്കും. ഒരെണ്ണത്തിൽ റിസ്ക് കൂടുതലായിരിക്കും, മറ്റൊരു റിസ്ക് കുറവായിരിക്കും. എന്ന ഒരെണ്ണത്തിൽ റിട്ടേണ് കുറവായിരിക്കും, എന്നാൽ മറ്റൊരു റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പൊ ഇത്തരം സിനാരിയോയിൽ ഇതിൽ ഏതാ നല്ലത് എന്ന് അറിയാൻ വേണ്ടി റിലേറ്റീവ് ആയിട്ട് ഏതാണ് നല്ലത് എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഈ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക? ഹൗ മച്ച് റിസ്ക് ഫോർ ഈച്ച് വാല്യൂ ഓഫ് എക്സ്പെക്ടഡ് വാല്യൂ. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 10 ആണെന്നെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ 12 ആണെങ്കിൽ 10/12 എത്ര വരുന്നത്? 0.83. എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പെർസെന്റേജ് ഓഫ് റിട്ടേണും 0.833 ആണ് റിസ്ക് വരുന്നത്. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ എക്സിന്റെ വിചാരിക്കും. ഇനിയിപ്പോ വൈന്റെ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞതാണ് വീഡിയോയില്, ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞോളൂ. അപ്പൊ വൈന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ ഒരു അല്ല സോറി, ഇവിടെ എത്ര മേലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വൈന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു 12ഉം എക്സ്പെക്ട് വാല്യൂ 10 വിചാരിക്കും. അപ്പോ എത്രയാണ് ഓരോ പെർസെന്റേജ് ഓഫ് റിട്ടേണിനും റിസ്ക് വരാ? 1.2 ആണ്. അപ്പൊ നമുക്ക് റിസ്ക് കൂടുന്നതാണോ കുറയണമെന്നാണ് ആഗ്രഹം ഉണ്ടാവും. ഒബ്വിയസ്ലി കുറയണമെന്നല്ലേ, അപ്പൊ എക്സ് അല്ലേ നമ്മൾ എടുക്കേണ്ടത്. അവിടെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോ ഒരു കുട്ടി 600 മാർക്ക് മേടിച്ച്, വേറൊരു കുട്ടി 500 മാർക്ക് മേടിച്ച്. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ എന്താ പറയാ? 600 മാർക്ക് മേടിച്ച കുട്ടിയെ നല്ലത് പറയും. എന്നാല് ഈ കുട്ടി 600 മേടിച്ചത് 1000 മാർക്കില്ല, ഈ കുട്ടി 500 മേടിച്ചു 600 മാർക്കില്ല. ഇപ്പൊ ഏതിനാ നിങ്ങൾ പറയാ? ഇപ്പൊ നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്തിട്ടല്ലേ പറഞ്ഞത്? അതുപോലെ റിലേറ്റ് ചെയ്യണ ഒരു കോൺസെപ്റ്റ് ആണ് ഇതും പറഞ്ഞാലിട്ടാ. ഓരോ ഇൻകത്തിന്റെയും ഓരോ പെർസെന്റേജ് ഓഫ് ഇൻകത്തിന് എത്ര റിസ്ക് ആണ് അലോക്കേറ്റ് ചെയ്യലാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ട, is a measure of risk per unit of expected return. Larger the CV, larger coefficient of variation, larger the relative risk. അപ്പൊ റിസ്ക് കൂടുമ്പോ വേണ്ടെന്നല്ലേ വെക്കുള്ളൂ നമ്മള്. ഇനി ബീറ്റ, ഇതാണ് കിളി പോണല്ല, സൂപ്പർ ഇഡിയോട്ട് സാധനമാണ്. എനിക്ക് ഭയങ്കര ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനെ മനസ്സ് ഞാൻ അറിഞ്ഞപ്പോ. അവിടെ ബീറ്റ എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിന്റെ എക്സ്പെക്ടഡ് ലൈക്ക് ആവറേജ് റിട്ടേൺ അല്ലെങ്കിൽ പാസ്റ്റ് ഉള്ള റിട്ടേൺ എന്ന് പറഞ്ഞാല് ഒരു 15% വിചാരിക്കേ. എന്നാൽ മാർക്കറ്റിന്റെ റിട്ടേൺ, ഞാൻ ഇപ്പോഴാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ ആ മാർക്കറ്റ് ഇൻഡെക്സിന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒറ്റ മിനിറ്റ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? നമുക്ക് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണുള്ളത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഉള്ള ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പെർഫോമൻസ് ഈ സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് ആണ് എന്ത്? നിഫ്റ്റി 50 എന്ന് പറഞ്ഞാല് BSEയുടെ സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ നിഫ്റ്റി മേപ്പോട്ട് പോയി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നല്ലപോലെ പെർഫോം ചെയ്യുന്നു. നത്തിങ് ബട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലത്തെ എല്ലാ ഷെയറും ഹൈ ആയിട്ട് ഷെയർ വാല്യൂ കൂടുന്നതാണ്. നിഫ്റ്റി താഴോട്ട് പോയി കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അണ്ടർ പെർഫോമിംഗ് എന്നാണ്. അതുപോലെ തന്നെ സെൻസെക്സിലും. അപ്പോ എക്സാമിന് അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാണ് വരാ. അപ്പോ ഒന്നെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിന് ലൈക്ക് ഇതിന്മേലെ കിട്ടുന്ന റിട്ടേൺ പറഞ്ഞാണ് റിട്ടേൺ ഓൺ മാർക്കറ്റ്. ഇത് മാർക്കറ്റ് അല്ലേ, ലൈക്ക് ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് നമുക്ക് ഒരു ഉറപ്പനായിരുന്നു, നമുക്ക് പിന്നീട് നന്നായി പഠിക്കണം എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് പഠിപ്പുണ്ടാവില്ലേ, അതിനെ വെച്ചിട്ടല്ലേ കമ്പയർ ചെയ്യാം. ആ കുട്ടി ഇത്തരത്തിനൊക്കെ ഉത്തരം പറയുന്നുണ്ട്, അപ്പൊ ഞാൻ അതിന് ഉത്തരം പറയണം, എന്നാലാണ് ഞാൻ അവനെ പോലെ പഠിപ്പിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ കമ്പനി, ഇപ്പൊ ഇതൊരു Z ലിമിറ്റഡ് എന്നുള്ള കമ്പനി ആണെങ്കിൽ, Z ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 15% റിട്ടേൺ കിട്ടും. എന്നാൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 10% ഇൻവെസ്റ്റ് കിട്ടാന്നുണ്ടെങ്കിൽ
ലൈക്ക് അങ്ങനെ റിട്ടേൺ വിചാരിക്കുക. അപ്പൊ ഇതാണ് റിട്ടേൺ ഓൺ എക്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ സെഡ്, ഇതാണ് റിട്ടേൺ ഓൺ മാർക്കറ്റ്. ഇനി ഇതിന്റെ റിലേഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് ബീറ്റ എന്ന് പറഞ്ഞാല്. ബീറ്റ എന്ന് പറഞ്ഞാല് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യണോ അതുപോലെയാണ് ഇതിന്റെയും. ഈ സെഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഷെയറിനെ ആയിരിക്കും. ലൈക്ക് വേണമെങ്കിൽ BSE നമുക്ക് പറയാം. നമുക്കിപ്പോ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ NSE മാത്രം എക്സാമ്പിൾ എടുക്കുള്ളൂ. ഇത് വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് നമുക്ക് ലൈക്ക് ഇപ്പൊ ഇഗ്നോർ ചെയ്യാം. നമുക്ക് ഇത് പഠിച്ചാൽ പോരടാ. അപ്പോ ഈ നിഫ്റ്റിയുടെ പെർഫോമൻസ് പോലെ ഇരിക്കും എന്ത് സെഡ് ലിമിറ്റഡ് പെർഫോമൻസ് എന്ന് വെച്ചാല് ഇത് 10% കൂടിക്കഴിഞ്ഞാല് ഇതും ലൈക്ക് 10% കൂടും. ബട്ട് ഇതിന്റെ റിലേഷന്റെ ബേസിസിലാണ് കൂടത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ റിലേഷൻ എങ്ങനെയാണ്? ഇപ്പൊ ബീറ്റ എന്ന് പറഞ്ഞാല് 15 ഡിവൈഡഡ് ബൈ 10 ചെയ്യുക, അതാണ് ബീറ്റ. അല്ല, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ലൈക്ക് ഞാൻ പറഞ്ഞതിൽ ഒരു റെക്ടിഫിക്കേഷൻ ഞാൻ പറയണ്ടേ. ഇവിടെ നമുക്ക് RM തന്നിട്ടില്ല വിചാരിക്കേ. RM നമുക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ എടുക്കാൻ പോണ സ്റ്റോക്കിന്റെ റിട്ടേൺ അറിയത്തില്ല. നമുക്ക് റിട്ടേൺ ഓൺ മാർക്കറ്റ് 10% പറഞ്ഞിട്ടുണ്ട്. ബീറ്റ അതുപോലെ തന്നെ ലൈക്ക് എന്തായാലും നമുക്ക് ബീറ്റ മിക്കതും ക്വസ്റ്റ്യനിൽ തരും. ഇല്ലെങ്കിൽ ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ലൈക്ക് വരും വഴിയിൽ പഠിക്കാം. ആ ഇക്വേഷന്റെ ഡാറ്റാസ് ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ബീറ്റ കണ്ടുപിടിക്കാൻ പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ബീറ്റ ഒരു 1.2 തന്നിട്ടുള്ളത് വിചാരിക്കും. അപ്പൊ ഇവിടെ ഞാൻ ബീറ്റയുടെ കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീറ്റ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ബീറ്റ ഈസ് എ മെഷർ of how much our stock is risky as compared to a given market index. ഇവിടെ മാർക്കറ്റ് ഇൻഡെക്സ് എന്താ? നിഫ്റ്റി. അപ്പൊ ഈ നിഫ്റ്റിയുടെ 10% റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണ ഷെയറിൽ എത്രയാണ് റിട്ടേൺ കൂടാനും കുറയാനും സാധ്യത, അതാണ് എന്ത് ബീറ്റ എന്ന് പറഞ്ഞാല്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ 10% റിട്ടേണിന്റെ കൂടെ ഒരു ലൈക്ക് 12% കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 12% ആയെന്നുണ്ടെങ്കിൽ 12% ഇൻറ്റു 1.2, 12 ഇൻറ്റു 1.2 ആയിരിക്കും. എന്ന് വെച്ചാൽ 14.4 അല്ലേ വരുന്നത്. അതായിരിക്കും റിട്ടേൺ ഓൺ മാർക്കറ്റ് ലൈക്ക് റിട്ടേൺ ഓൺ അവർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നത്തിങ് ബട്ട് വേണമെങ്കിൽ ഇനി ചെയ്യാം. 14.4 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ കിട്ടുന്നത് എന്താ? 1.2 അല്ലേ. അതും ലൈക്ക് അങ്ങനെ ലൈക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ അത് പോട്ടെ. അപ്പോ ഇവിടെ ചുരുക്കി പറഞ്ഞാല് ഇവിടെ 1.2 എന്ന് ഉദ്ദേശിച്ച് ബീറ്റ 1.2 എന്നുള്ള മീനിങ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സ്റ്റോക്ക് 20% റിസ്കി ആണ്. എന്ത്? മാർക്കറ്റിലത്തെ റിട്ടേൺ വെച്ച് നോക്കുമ്പോ ഇത് 10% കൂടുകയാണെന്നുണ്ടെങ്കിൽ 10% ഇൻറ്റു 1.2 12% നമ്മുടെ റിട്ടേൺ കൂടും. ഇപ്പൊ RM 10% അല്ല, അത് 20% ആവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ സത്യം ഇവിടെ 10% കൂടി എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ 10 ഇൻറ്റു 1.2 ആണ് നമ്മുടെ മാർക്കറ്റിൽ കൂടുക. അപ്പൊ മാർക്കറ്റിൽ ഓൾറെഡി ലൈക്ക് മാർക്കറ്റിൽ നല്ല നമ്മുടെ സ്റ്റോക്കിന്റെ റിട്ടേൺ കൂടുക. അപ്പൊ സ്റ്റോക്കിന് ഒരു 12% ഉണ്ടെങ്കിൽ 10 ഇൻറ്റു 1.2 എത്ര? 12 അല്ലേ. അപ്പൊ 12 പ്ലസ് 12 24 ഇതിൽ കൂടുക. ഇനി കുറയാണെങ്കിലോ അതുപോലെ തന്നെ കുറയും ചെയ്യാ. ഇപ്പോ മിനിറ്റ് ഞാൻ അതൊക്കെ ഒന്ന് മായ്ക്കട്ടെ, ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബീറ്റയുടെ മീനിങ് മാത്രം നമ്മളിപ്പോ ഇവിടെ പഠിക്കണുള്ളൂ. നമ്മള് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടും. ഇപ്പൊ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നോക്കുക. എന്താണ് ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പൊ ബീറ്റ 1.5 ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ 50% റിസ്ക് കൂടുതലാണ്. അപ്പൊ ബീറ്റ ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് എ സ്റ്റോക്ക് ഈസ് റിസ്കി as compared to a market index. as compared to a market index. ഞാൻ ഫുൾ എഴുതണില്ല. ഇപ്പോ
റിട്ടേൺ ഓൺ മാർക്കറ്റ് പറയണത് 10% ആണെങ്കിൽ അത് 10% കൂടി കൂടുകയാണെന്നുണ്ടെങ്കിൽ 10 × 1.5 ആണ് നമ്മുടെ സ്റ്റോക്കിൽ കൂടുക എന്ന് വെച്ചാൽ 15% ആണ് ഇൻക്രീസ് ആവുക. ഇനി 10% കുറയുകയാണെന്നുണ്ടെങ്കിൽ 10 × 1.5 എന്ന 15% കുറയുക. അപ്പൊ കണ്ട ഇവിടെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് എത്രയാണ് റിസ്ക് എന്നാണ് നമ്മുടെ സ്റ്റോക്കിന്റെ കേസിൽ പറഞ്ഞത്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് ആസ്പെക്ട് കുറയാന്ന് മാത്രമല്ല കൂടാനും കുറയാനും സാധ്യതയുള്ള ആ ഒരു ഡീവിയേഷനാണ് റിസ്ക് എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. അപ്പൊ മാർക്കറ്റിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റോക്കിന്റെ റിട്ടേൺ കൂടാനും കുറയാനുള്ള സാധ്യതയെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എന്ത് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. The beta is a sensitivity of a security to a market movement is called beta. കണ്ട മാർക്കറ്റിൽ 10% കൂടി കഴിഞ്ഞാൽ 10 × ആ ബീറ്റ ചെയ്യുന്നതാണ് നമ്മുടെ സെക്യൂരിറ്റിയുടെ ലൈക്ക് റിട്ടേൺ കൂടുക. When an investor wants to invest his money in a portfolio of security, beta is a proper measure of risk. നമുക്ക് ഉണ്ടല്ലോടാ പ്രാക്ടിക്കൽ സിനാരിയോയിൽ ബീറ്റ ഒക്കെ ഓൾറെഡി ഈ ഓരോ ഏജൻസികളൊക്കെ കണ്ടുപിടിച്ചിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇഷ്ടം ഏത് ടൂളുകൾ അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. അതിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ ബീറ്റ എത്രയും നമുക്ക് അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് യൂസ് ചെയ്യാമെന്നുള്ളൂ. ബീറ്റ മെഷേഴ്സ് സിസ്റ്റമാറ്റിക് റിസ്ക് ദാറ്റ് മീൻസ് വിച്ച് എഫക്ട് മാർക്കറ്റ് ആസ് എ ഹോൾ. നമ്മൾ മേലെ സിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ ഒരു സിമ്പലാണ്, അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ്. ഹെൻസ് കനോട്ട് ബി എലിമിനേറ്റഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. സിസ്റ്റമാറ്റിക് റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ബീറ്റ ഡിപെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടർ: സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റിസ്ക് ഓഫ് portfolio, standard deviation, risk of market, correlation between security and market. ബീറ്റയുടെ ഇക്വേഷൻ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലൈക്ക് ബീറ്റക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ബീറ്റ ഓഫ് ലൈക്ക് നമ്മുടെ സ്റ്റോക്ക് എക്സ് വൈ ഏതാ വെച്ചാൽ ബീറ്റ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സം ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് സ്ക്വയർ. അതുപോലെ തന്നെ വേറെ ഇക്വേഷൻ എന്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എം ഇൻറ്റു കോറിലേഷൻ ഓഫ് എക്സം. കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, കോവേരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, കോയിഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ലൈക്ക് അതൊക്കെ നമുക്ക് പ്രോബ്ലം വരുമ്പോ പറയാം. ഇപ്പൊ ജസ്റ്റ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ എന്താ വെച്ചാൽ കവർ ചെയ്യാം. ഓക്കെ, ഒറ്റ മിനിറ്റ്. ലൈക്ക് ഇപ്പൊ ഈ ഇക്വേഷനിൽ നോക്കിയാൽ ബീറ്റ ഡിപെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്: സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഓർ മാർക്കറ്റ് പോർട്ട്ഫോളിയോ. കണ്ടത് അതല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി പറഞ്ഞാൽ എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് യൂസ് ചെയ്തില്ലേ, കോറിലേഷൻ ബിറ്റ്വീൻ കണ്ട കോറിലേഷൻ യൂസ് ചെയ്തില്ലേ. ലൈക്ക് ഇത് ഈ ഇക്വേഷൻ ഇതിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അത് മനസ്സിലാവണമെങ്കിൽ കോവേരിയൻസിന്റെ ഇക്വേഷൻ മനസ്സിലാവണം. ലൈക്ക് അത് നമുക്ക് കോവേരിയൻസ് പഠിക്കുമ്പോ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, ഞാൻ പറയാം. കണ്ട ലൈക്ക് ഇവിടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് കോവേരിയൻസ് ഓഫ് ലൈക്ക് ഇവിടെ ഏന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് ഇൻറ്റു മാർക്കറ്റ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ്. നമ്മളിവിടെ കൊടുത്തത് തന്നെ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബീറ്റ ഈസ് ലെസ് ദാൻ 1. ദാറ്റ് മീൻസ് ലെസ് റിസ്കി ദാൻ. അടാ മാർക്കറ്റിന്റെ ബീറ്റ എപ്പോഴും 1 തന്നെയാണ് കേട്ടാ. ലൈക്ക് അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. മാർക്കറ്റിന്റെ ബീറ്റ എപ്പോഴും 1 ആണ്. നമ്മുടെ സ്റ്റോക്കിന്റെ ബീറ്റ 1.2 ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം 20% റിസ്കിയർ ആണ് മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ. ഇനി നമ്മുടെ സ്റ്റോക്കിന്റെ ബീറ്റ 1.5 ആണെങ്കിൽ ഇവിടെ എത്ര 50%. ഇനി ബീറ്റ നമ്മുടെ സ്റ്റോക്കിന്റെ ബീറ്റ 1.7 ആണെങ്കിൽ എന്താണ് ലൈക്ക് 70% റിസ്കിയർ ആണ്. ഇനി ബീറ്റയുടെ 0.8 ആണെങ്കിലോ 20% റിസ്ക് കുറവാണ് മാർക്കറ്റിനേക്കാളും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാർക്കറ്റിൽ റിട്ടേൺ 10% കൂടിയാൽ ഇവിടെ 8% കൂടത്തുള്ളൂ. ഇനി മാർക്കറ്റിന്റെ റിട്ടേൺ 8% കുറഞ്ഞാല് ലൈക്ക് ഒരു 10% കുറഞ്ഞാല് ഇവിടെ 8% കുറയത്തുള്ളൂ. കാരണം 10 എത്രയാണോ ഇൻക്രീസ് ആവണം അതേ ഇൻറ്റു ബീറ്റ അല്ലടാ നമ്മൾ മാർക്കറ്റ് നമ്മുടെ സ്റ്റോക്കിൽ വരുന്ന ഡീവിയേഷൻ. ഇനി ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിലോ ആസ് റിസ്കി ആസ് ദ മാർക്കറ്റ്. ഇഫ് മാർക്കറ്റ് മൂവ്സ് അപ്പ് ബൈ 10%, ദ സെക്യൂരിറ്റി വിൽ ഡു ദ സെയിം. മനസ്സിലാവേണ്ട വിചാരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീറ്റ കൃത്യം മനസ്സിലാക്കിയതിന്റെ അർത്ഥം. ഇനി ബീറ്റ 1നേക്കാളും മേലെ ആണെങ്കിലോ ഇതാണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വന്നത്. മോർ റിസ്കി ദാൻ ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ. ഹൈ ബീറ്റ സെക്യൂരിറ്റി ആർ ടേംഡ് അഗ്രസീവ്. എ ബീറ്റ ഓഫ് 2 മീൻസ് സെക്യൂരിറ്റി മൂവ്സ് twice as much of the market. ഇപ്പൊ 1.7 എന്ന് പറയുമ്പോ എന്താണ് 70% ഇൻക്രീസ് ആണ്. നത്തിങ് ബട്ട് മാർക്കറ്റ് 10% ഇൻക്രീസ് ആയി കഴിഞ്ഞാല് 10 പ്ലസ് 70% 17 ലൈക്ക് 10 പ്ലസ് 7 10 പ്ലസ്
70%. നത്തിങ് ബട്ട് ഒന്നെങ്കിൽ 70 എന്ന് പറയാം, അല്ലെങ്കിൽ 10 × 1.7 ചെയ്താലും മതി, അപ്പോഴും 70 തന്നെയല്ലേ വരിക. ഏഹ് ഇപ്പൊ ഇവിടെ 2x ഇപ്പൊ 2 ആണ് ബീറ്റ വരുന്നുണ്ടെങ്കിൽ 2 ദ ടൈംസ് ഓഫ് മാർക്കറ്റ്. ഇപ്പൊ മാർക്കറ്റ് 10% റിട്ടേൺ ഇൻക്രീസ് ആയിരുന്നുണ്ടെങ്കിൽ 10 × 2 20% നമ്മുടെ സെക്യൂരിറ്റിയിൽ റിട്ടേൺ ഇൻക്രീസ് ആവും. അപ്പൊ മാർക്കറ്റ് 10% റിട്ടേൺ കുറയുന്നുണ്ടെങ്കിലും നമ്മുടെ സെക്യൂരിറ്റിയിൽ 20% റിട്ടേൺ കുറയും. ഓക്കെ, ഇനി ബീറ്റ 0 ആണെങ്കിലോ നെഗറ്റീവ് ബീറ്റ ഇൻഡിക്കേറ്റിംഗ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ മാർക്കറ്റ് ബീറ്റ ലൈക് ലെസ് ദാൻ 0 ആണ്, നത്തിങ് ബട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മാപ്പോട്ട് എത്ര പോകണം അതിനനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ലൈക്ക് താഴോട്ട് പോവുക. പക്ഷെ ഇതൊന്നും നമുക്ക് ലൈക് പ്രോബ്ലത്തിന് വരത്തില്ല കേട്ടാ. ഇനി ബീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ നത്തിങ് ബട്ട് അവിടെ സിസ്റ്റമാറ്റിക് റിസ്ക് ഇല്ല. ബീറ്റ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക്, ബീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റമാറ്റിക് റിസ്ക് ഇല്ല എന്ന്. ലൈക് നത്തിങ് ബട്ട് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്താലും അത് നമ്മുടെ സ്റ്റോക്കിനെ ബാധിക്കത്തില്ല. റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൈക് ബാങ്കിലുള്ള FD ഇല്ലേ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊന്നും ഒരു റിസ്ക് ഇല്ലല്ലോ അവിടെ. നമുക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യണോ അതിന്റെ റിട്ടേൺ എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കും. ആ പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് അത് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പൊ അതൊക്കെയാണ് റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് പറഞ്ഞാൽ. അപ്പൊ അത്തരം ലൈക് FD പോലെ അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ആ സെക്യൂരിറ്റീസിൽ ലൈക്ക് നിഫ്റ്റി കൂടിയാലും നിഫ്റ്റി കുറഞ്ഞാലും ഒന്നും ബാധിക്കണില്ല. ആ സെക്യൂരിറ്റിയുടെ വില അതേപടി നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം സെക്യൂരിറ്റീസിനെയാണ് ലൈക്ക്, അല്ലെങ്കിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ബീറ്റ 0 ആയിരിക്കും. നത്തിങ് ബട്ട് അവിടെ റിസ്കേ ഉണ്ടാവില്ല എന്നുള്ളൊരു മീനിങ്ങിൽ ഇട്ടാ. ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഓക്കെ, ഇനി ഈ കോൺസെപ്റ്റ് കൂടി പഠിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസുകൾ ചെയ്യാം കേട്ടോ. ഇവിടെ വേറെ ഒന്നല്ല, റിസ്ക് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലില് നമ്മൾ റിസ്ക് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഒബ്വിയസ്ലി റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ വേണമെന്നല്ലേ പറയാം. അപ്പൊ എത്രയാണോ റിസ്ക് ഉള്ളത് അതിനനുസരിച്ച് എത്രയാണ് നമുക്ക് എക്സ്പെക്ടഡ് റിട്ടേൺ വേണ്ടത്. ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് ഞാൻ എടുക്കുന്ന റിസ്ക് അനുസരിച്ചിട്ട്, റിസ്ക് ബീറ്റ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല, ആ റിസ്ക് അനുസരിച്ച് എത്ര റിട്ടേൺ ആണ് വേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറഞ്ഞാല്. അപ്പോ ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ഓർ ഇൻവെസ്റ്റ്മെന്റ്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻട്രസ്റ്റ്. ബീറ്റ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ബീറ്റ ഓർ റിസ്ക് പ്രീമിയം. RM എന്ന് പറഞ്ഞാല് എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ഓൾ സെക്യൂരിറ്റീസ് ഓർ മാർക്കറ്റ് റിട്ടേൺ, നത്തിങ് ബട്ട് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എന്ന് പറയാം. ഇപ്പോ നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് RF 8% വിചാരിക്കുക എന്ന് വെച്ചാൽ ഏതൊരാളും എവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്താലും മിനിമം 8% കിട്ടും. അതിന് പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. നമുക്ക് ഒരു FD ആയിട്ട് തന്നെ എടുക്കാം എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ നമുക്ക് ബാങ്കിൽ ചെന്ന് FD ആണെങ്കിൽ 8% കിട്ടും. ഏതൊരാൾക്ക് ലൈക് മിനിമം ഒരു റിസ്ക് എടുക്കാതെ 8% കിട്ടും. അതാണ് റിസ്ക് ഫ്രീ. റിസ്ക് ഫ്രീ ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റി സെക്യൂരിറ്റീസിനെ പറഞ്ഞാണ് ലൈക് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ്. അത് 8% വിചാരിക്കുക. ഇനി ബീറ്റ ഓഫ് സെക്യൂരിറ്റി 1.2 ആ വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 1.3 ആ വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മാർക്കറ്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് എന്താണ് 30% അധികം നമ്മുടെ സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യും. മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചാല്. ഇനി RM - RF, അതിന് മുന്നേ RM ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു 15% വിചാരിക്കും. അപ്പൊ നത്തിങ് ബട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിഫ്റ്റി ബൈ ചെയ്യുന്ന ഒരാൾക്ക് 15% റിട്ടേൺ കിട്ടും എന്നല്ലേ പറയണത്. ഈ 15% റിട്ടേണിനെ നമുക്ക് എപ്പോഴും 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. RFന്റെ പെർസെന്റേജ് ആയിട്ടും ബാക്കി വരുന്നത് ലൈക്ക് RM - RF ആയിട്ടും. RFന്റെ പെർസെന്റേജ് എത്ര, 8%. RM - RF എത്രയാണ്, എത്രയുടെ പറഞ്ഞ 7%. അപ്പൊ ഇവിടെ ലൈക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ RFന്റെ റിട്ടേൺ നമുക്ക് എന്തായാലും കിട്ടും. 8% നമുക്ക് റിട്ടേൺ എന്തായാലും കിട്ടും മിനിമം. ലൈക്ക് നമുക്ക് FDയിൽ ഇടാം. അപ്പൊ RMൽ 15% കിട്ടും എന്ന് പറഞ്ഞാല് അതിൽ 8% എനിക്ക് ഓൾറെഡി ലൈക്ക് മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺ ആണ്. എനിക്ക് പ്രത്യേകിച്ച് റിസ്ക് ഇല്ലാതെ FD റിട്ടേൺ ആണ്. അപ്പൊ RMൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ FD ഞാൻ മേടിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്ന അഡീഷണൽ റിട്ടേൺ എന്ന് പറഞ്ഞാല് 7% ആണ്. അല്ലേ, ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന റിട്ടേൺ എത്ര, 7% ആണ്. പക്ഷെ ഞാൻ മേടിക്കാൻ പോണ സ്റ്റോക്കിന്റെ ബീറ്റ് എത്രയാണ്, 1.3 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റില് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത് എനിക്ക് 7% ആണെങ്കിൽ മാർക്കറ്റിനേക്കാളും 30% അധികം ഇൻക്രീസ് ഉള്ള ഒരു സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
എനിക്ക് നോർമലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 7% മാത്രം മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ആണോ? അല്ല, ഞാൻ ആഗ്രഹിക്കും എനിക്ക് എന്റെ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ 30% അധികം റിസ്കിയർ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നോർമലി കിട്ടാവുന്ന 7%ന്റെ 30% അധികം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കില്ലേ? നത്തിങ് ബട്ട് 17 പ്ലസ് 30% എനിക്ക് വേണം ഞാൻ ആഗ്രഹിക്കും. നത്തിങ് ബട്ട് 9.1 വേണം ഞാൻ ആഗ്രഹിക്കും. 7 പ്ലസ് 30% എത്ര വരാ? 9.1. നത്തിങ് ബട്ട് ഞാൻ ആഗ്രഹിക്കും 9.1 എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോണ്ട് ലൈക് ബീറ്റ ലൈക് എക്സ് വിചാരിക്കുക സ്റ്റോക്കിന്റെ പേര്. അപ്പൊ ലൈക് ഓൾറെഡി എനിക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് 9 കിട്ടണം വേണം. ലൈക് ഇതെനിക്ക് ഓൾറെഡി കിട്ടൂല, എഫ് ഡിയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് ഓൾറെഡി. അപ്പൊ ഇതും കൂട്ടിയിട്ട് 9.1 പ്ലസ് 8 എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര വരാ? 17.1 ആണ് ലൈക് ഞാൻ എക്സ്പെക്ട് ചെയ്യുക. എത്ര എക്സ്പെക്ടഡ്? അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണ റിട്ടേൺ. നത്തിങ് ബട്ട് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ വരച്ച് കാട്ടിയെന്നുണ്ടെങ്കിലും ഈ സെയിം സംഭവം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 17.1 ആണ് കിട്ടേണ്ടിയിരിക്കേണ്ടത്. ലൈക് നോക്കിട്ടാ, ഇവിടെ ആർ എഫ് പറഞ്ഞാൽ എത്രയാണ്? നമ്മള് ലൈക് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തരൂട്ടാ, ഈ ഡാറ്റാസ് ഒക്കെ ആർ എഫും ബീറ്റൊക്കെ തരും. നിങ്ങൾ അതൊന്നും അലച്ച് വിഷമിക്കേണ്ട. ആർ എഫ് പറഞ്ഞാൽ എത്ര? 8% പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? 1.3 ഇൻറ്റു ആർ എം എത്ര? ആർ എം എവിടെ? നമ്മള് 15 മൈനസ് ആർ എഫ് എത്ര? 8. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കി. 15 മൈനസ് 8 ഇൻറ്റു 1.3 പ്ലസ് 8 കണ്ട 17.1 അല്ലേ വന്നത്? ഇത് ഞാൻ ഡയഗ്രാം വരച്ചു. ആ സെയിം കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ആ കോൺസെപ്റ്റ് ഒരു ഫോർമുലേറ്റർ ആക്കിയതാണ് എന്ത് എക്സ്പെക്ടഡ് റിട്ടേൺ ആ CAPM മെത്തേഡിൽ വരുന്നത്. അപ്പൊ CAPM മെത്തേഡിൽ ഇവിടെ നോക്കടാ, റിസ്കിന്റെ ബേസിസിലാണ് നമ്മൾ റിട്ടേൺ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നു അതിനനുസരിച്ച് എത്രയാണ് ഒരു മാന്യമായിട്ട് റിട്ടേൺ നമ്മൾ ഉണ്ടാവേണ്ടത്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് CAPM ഇക്വേഷൻ എന്ന് പറഞ്ഞാല്. അപ്പോ ലൈക് ആർ എഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാം നമുക്ക്. ലൈക് ഏതൊരാൾക്കും ഒരു റിസ്ക് ഇല്ലാതെ കിട്ടുന്ന ലൈക് FDI പോലത്തെ സംഭവങ്ങൾ കിട്ടുന്ന റിട്ടേൺ ആണ് 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ RM അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15% കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 8% എനിക്ക് ഓൾറെഡി എവിടെ ഇട്ടാലും കിട്ടുന്നത്. അപ്പൊ ബാക്കി 7% ആണ് എന്ത് ഒരു ലൈക് റിസ്ക് ലൈക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അഡീഷണലി കിട്ടുന്നത്. പക്ഷെ എന്റെ ബീറ്റ എന്ന് പറഞ്ഞാൽ 1.3 ആണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിനായിട്ട് 30% ഇൻക്രീസ് ആണ്, അധികമുള്ളതാണ്. അപ്പൊ ഒബ്വിയസ്ലി നോർമലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 7% കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സ്റ്റോക്കിന്റെ ബീറ്റ 1 ആണെന്നുണ്ടെങ്കിൽ നത്തിങ് ബട്ട് എന്റെ സ്റ്റോക്കിന്റെ റിസ്ക്കും മാർക്കറ്റിന്റെ റിസ്ക്കും സെയിം ആവും. എന്ന് വെച്ചാൽ മാർക്കറ്റ് എത്രയോ കൂടുന്നോ അതിനനുസരിച്ചിട്ട് ലൈക് എന്റെ സ്റ്റോക്കിന്റെയും റിട്ടേൺ കൂടും. ഇനി മാർക്കറ്റ് എത്രയോ കുറവുന്നോ അതേ എക്സാക്ട്ലി എന്റെ സ്റ്റോക്കിന്റെ റിട്ടേൺ കുറയും. പക്ഷേ ഇവിടെ 1.3 ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിട്ടേൺ കൂടുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് സന്തോഷം. 1.3 അധികം എന്റെ റിട്ടേൺ കൂടും. ബട്ട് കുറയാണെങ്കിലോ അതുപോലെ എനിക്ക് ലോസും വരില്ലേ? എന്റെ റിട്ടേൺ അത്രയും 1.3 കുറയത്തില്ലേ? 1.3 ഓഫ് മാർക്കറ്റ് റിട്ടേൺ എത്ര കുറഞ്ഞതനുസരിച്ചിട്ട്. അപ്പൊ ഞാൻ റിസ്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ എത്രയാണോ മാർക്കറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോണ്ട് എനിക്ക് അഡീഷണലി കിട്ടുന്ന RF പുറമെ അതിന്റെ ഇൻറ്റു 1.3 എത്രയാണോ ലൈക്ക് എനിക്ക് റിട്ടേൺ കിട്ടണം, അതേ പ്ലസ് RF എനിക്ക് ഓൾറെഡി കിട്ടേണ്ടതാണല്ലോ. അപ്പൊ അത് ഇങ്ങനെ ഡയഗ്രാം വരച്ചത് ഒരു ഇക്വേഷൻ വഴി കിട്ടിയതാണ്. എന്ത് പറഞ്ഞാല് CAPM മെത്തേഡിൽ കിട്ടിയത് കേട്ടാ. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ ലൈക്ക് ഒരുവിധം കോൺസെപ്റ്റുകൾ ഈ ചാപ്റ്ററിൽ വരുന്നതൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലൈക്ക് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റിൽ ചോദിക്കണം. അപ്പൊ എനിക്കത് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടിൽ നൗ.